പൊതുതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടന്ന ഇന്നലെ വന്ന തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോഴേക്കും ശ്രീ കെ രാധാകൃഷ്ണൻ ഞാൻ പറഞ്ഞു നമ്മുടെ കേരള അസംബ്ലിയിലെ അല്ലെങ്കിൽ കേരള നിയമസഭയിലെ അല്ലെങ്കിൽ കേരള ക്യാബിനറ്റിലെ സീനിയർ മോസ്റ്റാണ്. മുഖ്യമന്ത്രിക്ക് ശേഷം സീനിയർ മോസ്റ്റായുള്ള കെ രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചേലക്കരയിലുള്ള അസംബ്ലി സീറ്റ് വേക്കൻ്റ് ആവുന്നു. അദ്ദേഹം അസംബ്ലി സീറ്റ് വേക്കൻ്റായി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇനി നടക്കുന്ന മത്സരം ആരൊക്കെ തമ്മിലായിരിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. CPM അത്തരത്തിലുള്ള ദളിതരായിട്ടുള്ള ആളുകളെ അവിടെ ഫീൽഡ് ചെയ്യാനുണ്ടാകും എന്നുള്ളത് നമുക്ക് തർക്കമില്ലാത്ത കാര്യം. പക്ഷേ അദ്ദേഹത്തിന് പകരം ക്യാബിനറ്റിൽ ആരും വരും എന്നുള്ള ഒരു ചോദ്യം ഇവിടെ കേരളത്തിലെ ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ശ്രീ സച്ചിൻ ദേവ് എന്ന് പറയുന്ന ബാലൻ, അസംബ്ലിയിലെ ബാലൻ, കഴിഞ്ഞ തവണ ജയിച്ചു വന്ന ഒരു ബാലൻ ആയിട്ടുള്ള സച്ചിൻ ദേവ് MLA, ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനാണ് സച്ചിൻ ദേവ്. അദ്ദേഹം തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് കൂടിയാണ്. ഈ സച്ചിൻ ദേവ് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ശ്രീ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്നത് പാർലമെൻ്ററി അഫയേഴ്സും പിന്നെ പിന്നോക്ക വിഭാഗ വകുപ്പുമായിരുന്നു. അപ്പോൾ സച്ചിൻ ദേവിന് അങ്ങനെ ഒരു പാർലമെൻ്ററി അനുഭവം തന്നെ കഷ്ടിച്ച് 3 വർഷത്തെ അനുഭവമേ ഉള്ളൂ. അതുകൊണ്ട് പാർലമെൻ്ററി കാര്യ വകുപ്പ് അദ്ദേഹത്തിന് അഥവാ സച്ചിൻ ദേവിനെ പരിഗണിച്ചാൽ അത് കൊടുക്കാൻ ഒരു നിർവാഹവുമില്ല. പക്ഷേ ദളിത് പിന്നോക്ക വിഭാഗത്തിൻ്റെ മന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. അതിലേക്ക് മുഖ്യമന്ത്രിക്ക് കൂടുതൽ താല്പര്യമുണ്ടെന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇതേ വിഭാഗത്തിൽ യഥാർത്ഥത്തിൽ CPM നേതൃത്വം നൽകുന്ന LDFൻ്റെ ഭാഗമായിട്ടുള്ള ഒറ്റൊരു RSP ഉള്ളൂ. അത് ശ്രീ കോവൂർ കുഞ്ഞുമോൻ നേതൃത്വം നൽകുന്ന RSPയുടെ നേതാവ് കോവൂർ കുഞ്ഞുമോനാണ്. അദ്ദേഹത്തിന് മുന്നണിയിലുണ്ടെങ്കിലും മുന്നണിയുടെ ഒരു തരത്തിലുള്ള മീറ്റിങ്ങുകളിലോ ഇതിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ല. അദ്ദേഹം ഇടതുപക്ഷത്തോട് നിൽക്കുന്നു. അദ്ദേഹത്തിന് UDFലുള്ള RSPയിൽ നിന്നും കുറച്ച് അദ്ദേഹത്തിന് വംശഹത്യകളൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിവായിട്ട് CPMൻ്റെ കീഴിലുള്ള LDFൽ നിൽക്കുമ്പോൾ കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ തവണയൊക്കെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം മുന്നോട്ട് വരികയും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയൊക്കെ നേരിൽ കണ്ട് അദ്ദേഹത്തിനെ മന്ത്രിയാക്കണമെന്നും അദ്ദേഹത്തിന് ഈ മുന്നണി LDF മുന്നണിയിലുള്ള മറ്റ് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന പോലുള്ള കോർപ്പറേഷനും മറ്റ് വകുപ്പുകളും അങ്ങനെയുള്ള സംഘടന മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആളുകളെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ലെനിനിസ്റ്റ് എന്ന് പറയുന്ന കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിക്ക് പ്രാധാന്യം കൊടുക്കാൻ അദ്ദേഹം യഥാർത്ഥത്തിൽ കൊല്ലത്തു നിന്ന് വരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പറഞ്ഞ റിസർവേഷൻ അതായത് ഇതിൽപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹത്തിനും പരിഗണിക്കാനും സാധ്യതയുണ്ട്. കാരണം അദ്ദേഹവും മനസ്സിലാക്കേണ്ടത്, ഞാൻ അറിയുന്ന കോവൂർ കുഞ്ഞുമോൻ ഇപ്പോൾ 23-ാം വർഷമാണ് അസംബ്ലിയിൽ. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, AM ആരിഫ്, കോവൂർ കുഞ്ഞുമോൻ, അങ്ങനെ ഇവർ കുറച്ച് പേര് കൃത്യമായും റോഷി അഗസ്റ്റിൻ, ഇവർ കൃത്യമായും ഒരേ സമയത്ത് അസംബ്ലിയിൽ വന്നവരാണ്. അതിനകത്ത് കോവൂർ കുഞ്ഞുമോന് മാത്രം ആരിഫിനും MP ആകാൻ പറ്റി. പക്ഷേ കോവൂർ കുഞ്ഞുമോന് മാത്രം MLA എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇതിനകത്ത് LDFൽ അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹവും ഇപ്പോഴത്തെ കെ രാധാകൃഷ്ണൻ്റെ ഒഴിവിലേക്ക് അദ്ദേഹവും ശ്രമിക്കുന്നുവെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ഇതല്ല. അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ നടത്തട്ടെ. പക്ഷേ സച്ചിൻ ദേവിനാണ് അതിന് സാധ്യത. അങ്ങനെയാണെങ്കിൽ പോലും സച്ചിൻ ദേവിന് ഈ ഒരു പിന്നോക്ക വിഭാഗ വകുപ്പ് മാത്രമാണ് കിട്ടാൻ സാധ്യത.